ഹായ് എവറിബഡി, എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അവർക്ക് വേണ്ടി മാത്രമല്ല, ഈ വീഡിയോ ഞാൻ എല്ലാ പ്രൊഫഷണൽസിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. 3 കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്നാമതായിട്ട്, നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അധികം ആഡംബരം പാടില്ല. രണ്ടാമതായിട്ട്, നമ്മൾ ഒരു 8-12 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്, അതുകൊണ്ട് നമുക്ക് ഈ ഒരു ലുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം. നമ്മളിപ്പോൾ ഒരു സെലിബ്രേഷന് ഒരുങ്ങിപ്പോയെന്ന് വെച്ചിട്ട് നമുക്കത് കാരണം നമ്മുടെ ജോലി തടസ്സപ്പെടരുത്. മൂന്നാമതായിട്ട്, ഇത്രയും മണിക്കൂർ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ലുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സൺസ്ക്രീൻ ആണ് ഞാൻ ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കുന്നത്. പകലായതുകൊണ്ട് സൺസ്ക്രീൻ മസ്റ്റ് ആണ്. ഇതാണ് എൻ്റെ മേക്കപ്പ് പൗച്ച്. അതിൽ ഈ മേക്കപ്പ് ഫിക്സർ സ്പ്രേ ആണ് ഞാൻ ആദ്യം അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ കൺസീലർ എടുക്കുകയാണ്. ഷുഗറിന്റെ ഈ ഒരു കൺസീലറും ഉണ്ട്, അതേപോലെ ഈ ഒരു മെബിലൈൻ്റെ ഇതുണ്ട്. 2 ഓപ്ഷൻസ് ഞാൻ തന്നേ ഉള്ളൂ. ഞാൻ ആദ്യത്തേതാണ് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മുടെ പിഗ്മെന്റേഷനുള്ള ഭാഗങ്ങളിൽ മാത്രം അപ്ലൈ ചെയ്ത് ഫിംഗർ ഉപയോഗിച്ച് ഞാൻ ബ്ലെൻഡ് ചെയ്യുകയാണ്. ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. കഴിവതും ചെലവ് കുറച്ച് വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ ഒരു ലുക്ക് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, പ്രൈമർ എവിടെയില്ല? പ്രൈമറിന് പകരമാണ് നമ്മൾ ആദ്യം മേക്കപ്പ് ഫിക്സർ സ്പ്രേ അടിച്ചത്. അതിനുശേഷം നമ്മളിപ്പോൾ ഒന്നുകൂടി അടിക്കുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇനി കോമ്പാക്റ്റ് ആണ് ഇടുന്നത്. ആ കോമ്പാക്ട് പൗഡർ അവിടെ ഹോൾഡ് ആയിരിക്കാനാണ് നമ്മൾ മേക്കപ്പ് ഫിക്സർ സ്പ്രേ ഒന്നുകൂടി അടിച്ചത്. ഇപ്പൊ കണ്ടോ, പകുതി ഫേസ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഇടാത്ത ഭാഗം കണ്ടോ? ആ ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇനി കോമ്പാക്ട് പൗഡർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നമ്മുടെ നെക്കിലും അതേപോലെ ചിന്ന ഏരിയയിലും നമ്മുടെ ഇയറിന്റെ ചുറ്റുമുള്ള ഏരിയയിലും ഒക്കെ ഇടാൻ മറക്കരുത്. ഈ ഒരു പാലറ്റാണ് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത്. കോൺടൂർ ഹൈലൈറ്റിംഗ് ബ്ലഷ് പാലറ്റ് ആണ് ഷുഗറിന്റെ. അതിൽ ഈ ഹൈലൈറ്റിംഗ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു നാച്ചുറൽ ഗ്ലോ ലുക്കിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രോമിനന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, അതായത് നമ്മുടെ മൂക്ക്, കവിള്, ചിന്ന്, ഐബ്രോസ്, നമ്മുടെ ഫേസിൽ ഏറ്റവും ഹൈറ്റിൽ കിടക്കുന്ന കാര്യങ്ങൾ, അവിടേക്ക് ഒരു നാച്ചുറൽ ഗ്ലോ നമുക്ക് ഫീൽ ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കോൺട്യൂർ എടുക്കാം. കോൺട്യൂർ എടുക്കുന്നത് നമ്മൾ ശരിക്കും ഫേസിന് ഒരു സ്കൾപ്റ്റഡ് ലുക്ക്, അതായത് നമ്മുടെ ഫേസ് കുറച്ചും കൂടെ തിന്നായി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് ഞാൻ ഇതുപോലെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്നാലേ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ആ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതേ കോൺട്യൂറിങ് നമുക്ക് നമ്മുടെ കവിളിലും അതേപോലെ ജോ ലൈനിലും ചെയ്യുന്നതിൻ്റെ കൂടെ നോസിലും ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ നോസിലും ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. എനിക്കങ്ങനെ വേണമെന്ന് തോന്നി, കാരണം മൂക്കിപ്പോൾ കുറച്ച് ഒരു ടപ്ലങ്ങ പോലൊക്കെ ആവുന്നുണ്ട്. അപ്പം മൂക്കിലും കോൺട്യൂർ ചെയ്തപ്പോൾ എനിക്കൊരു ഫിനിഷിങ് വന്നതുപോലെ തോന്നി. ഇനി നമുക്ക് അതിൽ തന്നെ ബ്ലഷ് ഷെയ്ഡ് എടുത്ത് ജസ്റ്റ് നമ്മളൊന്ന് ചിരിക്കുക, അപ്പൊ കവിളിലുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി മസ്കാരയാണ്. മസ്കാര ഈ ഒരു ടു ഫേസ്ഡിന്റെ ബെറ്റർ ദാൻ സെക്സ് എന്ന് പറഞ്ഞ മസ്കാരയാണ്. ഇതാ കണ്ടോ, ഇട്ട കണ്ണും ഇടാത്ത കണ്ണും തമ്മിലുള്ള ഡിഫറൻസ് അത് തന്നെ എടുത്തിട്ടാണ് ഞാൻ നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ വളരെ കുറച്ച് പ്രോഡക്ട്സേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ, പക്ഷെ ഇതാ കണ്ടോ, ഫിനിഷിങ് കണ്ടോ? നമ്മൾ സാധാരണ ഒരു ഐബ്രോ പെൻസിൽ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിയും ഫിനിഷിംഗ് ആണ് മസ്കാര വെച്ച് ഐബ്രോ ചെയ്യുമ്പോൾ. ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ലൈറ്റ് ഹാൻഡഡ്ലി വേണം നമ്മൾ മൂവ് ചെയ്യാൻ എന്നുള്ളതാണ്. ഒരുപാട് ബലം പ്രയോഗിച്ച് മൂവ് ചെയ്താൽ ഭയങ്കര വരച്ച പോലെ ഇരിക്കും, ഇതുപോലെ നാച്ചുറൽ ഫിനിഷിംഗ് കിട്ടില്ല. കണ്ടില്ലേ? ഇനി നമുക്ക് അതിലെ ആ കോൺട്യൂർ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിന്റെ താഴെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ആ വാട്ടർ ലൈനിന്റെ ഭാഗത്ത് നമ്മൾ കണ്ണെഴുതില്ലേ, അതേപോലെ തന്നെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡിൽ നമ്മളിത് ചെയ്യുമ്പോൾ ശരിക്കും നല്ലൊരു ഡിഫൈൻഡ് ഒരു ക്ലാസി ലുക്കാണ്. ഇതിന് പകരം ഐഷാഡോ പാലറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് ലിപ് ലൈനർ, നൈക്കയുടെ ലിപ്സ് ഡോണ്ട് ലൈ എന്ന് പറഞ്ഞ ഈ ഒരു ലിപ് ലൈനർ എടുത്തിട്ടാണ് ഞാൻ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇത് ഓപ്ഷണൽ ആണ്. ലിപ്പ് ലൈൻ ചെയ്യണമെന്ന് താല്പര്യമില്ലെങ്കിൽ നമുക്ക് നേരെ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് ലിപ്സ്റ്റിക്കിലേക്ക് ജമ്പ് ചെയ്യാം കേട്ടോ. ലിപ്സ്റ്റിക്കിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഷുഗറിന്റെ ഈ ഒരു ലിപ്പ് ഷെയ്ഡാണ്. കുറേ ആയിട്ട് ഞാനിത് ഉപയോഗിക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ലൊരു ഒരു മോവ് ഷെയ്ഡാണിത്. ഒരു പിങ്ക് ഫാമിലിയിലൊക്കെ പെട്ട ഒരു കുറച്ചൊരു ന്യൂട്രൽ അണ്ടർടോൺ ഉള്ള ഒരു ഷെയ്ഡാണ്. അപ്പൊ ഇത് കുറച്ച് ഡസ്കി ആയിട്ടുള്ള എല്ലാവർക്കും മാച്ചിങ് ആയിരിക്കും. ആദ്യം ഉപയോഗിച്ച മേക്കപ്പ് ഫിക്സർ സ്പ്രേയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ആയി. നല്ല ലാസ്റ്റ് ചെയ്യുന്ന ലുക്കാണ്. ഞാൻ സാരിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഹെയർ സ്റ്റൈൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. കെട്ടി വെക്കുന്നതാണെങ്കിൽ പൂ ഇങ്ങനെ വെക്കണമെങ്കിൽ വെക്കാം. പൊതുവേ നമ്മൾ ഹോസ്പിറ്റലിൽ അങ്ങനെ പൂ ഉപയോഗിക്കാറില്ല. എനിക്ക് പൂ വെക്കാൻ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അങ്ങനെ വെക്കാറില്ല കേട്ടോ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഉള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഒന്ന് സൈൻ ഓഫ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും കണ്ടന്റ് സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.